അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1423, സൂറത്ത് ഇബ്രാഹിം 13 മുതൽ 17 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد واستفتحوا وخاب كل جبار عنيد من ورائه جهنم ويسقى من ماء صديد يتجرعه ولا يكاد يصيغه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وقال الذين كفروا സത്യനിഷേധികൾ പറഞ്ഞു ലിറുസുലിഹിം, അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു, ലനുഖ്രിജന്നക്കും മിൻ അർളിന, നിശ്ചയം നിങ്ങളെ ഞങ്ങളുടെ ഭൂമികളിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന്. ഫൗഹാ ഇലൈഹിം, അപ്പോൾ ആ പ്രവാചകന്മാരിലേക്ക് ദിവ്യബോധനം നൽകിയ റബ്ബുഹും, അവരുടെ നാഥനായ അല്ലാഹു, ലനുഹ്ലിക്കന്ന ളാലിമീൻ, നിശ്ചയം അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന്. അതായത് അവരുടെ ഭീഷണി കേട്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പ്രവാചകന്മാരോട് അള്ളാഹു അറിയിക്കും. വലനുസ്കിനന്നക്കുമുൽ അർള മിൻ ബഅദിഹിം, ആ അക്രമികൾക്ക് ശേഷം ആ ഭൂമിയിൽ നിങ്ങളെ നാം താമസിപ്പിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു തആല വഹയി നൽകി. ദാലിക ലിമൻ ഖാഫ മഖാമി, ഈ ഭാഗ്യം എന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. വഖാഫ വഈദ്, എന്റെ താക്കീദിനെ പേടിക്കുന്നവർക്കും ഉള്ളതാണ്. വസ്തഫ്തഹു, ആ പ്രവാചകന്മാർ അള്ളാഹുവിനോട് വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, സത്യത്തോട് മത്സരിക്കുന്ന എല്ലാ അഹങ്കാരികളും പരാജയപ്പെടുകയും ചെയ്തു. മിൻ വറായിഹി ജഹന്നം, ആ അഹങ്കാരിക്ക് പുറകെ ജഹന്നം എന്ന നരകം വരാനുണ്ട്. വയുസ്ഖാ മിൻ മാഇൻ സദീദ്, ചോരയും ചലവും കലർന്ന ശരീരത്തിൽ നിന്ന് നരകക്കാരുടെ ശരീരത്തിൽ നിർഗളിക്കുന്ന നീര്, വെള്ളം, അതിൽ നിന്ന് അവന് കുടിപ്പിക്കപ്പെടുകയും ചെയ്യും. യതജറഉഹു, അത് കീഴ്പോട്ടിറക്കാൻ അവൻ പരിശ്രമിക്കും. വലാ യകാദു യുസീഉഹു, എന്നാൽ അത് സുഗമമായി താഴോട്ടിറക്കാൻ അവന് സാധിക്കാത്ത സാഹചര്യമുണ്ടാകും. വയഅതീഹിൽ മൗതു മിൻ കുല്ലി മക്കാനിൻ, ആ നരകത്തിലെത്തിപ്പെട്ടവന് എല്ലാ ഭാഗത്തു നിന്നും മരണം വരും. ചൽ ഒരാളുടെ ജീവിതകാലത്താണെങ്കിൽ മരിക്കാൻ കാരണമാകാവുന്ന വിധത്തിലുള്ള പ്രയാസങ്ങളും വേദനകളും ഒക്കെ അവന് വരുമെന്നർത്ഥം. എന്നാൽ ഓമാഹു ബിമയ്യിത്തിൻ, അവൻ മരിക്കുന്നവനല്ല, മറിച്ച് ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ഒമിൻ വറായിഹി, അവന്റെ പുറകെയുണ്ട് അദാബുൻ ഖലീൽ, കഠോരമായിട്ടുള്ള ശിക്ഷ വേറെയും ഉണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ബഹുമാനപ്പെട്ട ഇമാം റാദി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളുടെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്കെതിരെ ശത്രുക്കൾ പടയൊരുക്കം നടത്തിയപ്പോ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നുവല്ലോ ബഹുമാനപ്പെട്ട നബിമാരോട് അല്ലാഹു പറഞ്ഞതും. അവർ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞതും. എന്ത്, ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. വമാ കാന ലനാ അൻ നഅതിയകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് പോലെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ പടച്ചതമ്പുരാന്റെ അനുമതിയില്ലാതെ സാധിക്കില്ലെന്നും ഞങ്ങളെല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണെന്നും, വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് കാരണമാണ് പറയാനുള്ളതെന്നും
അതുകൊണ്ട് തന്നെ ഭരമേൽപ്പിക്കുന്നവരൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം എന്നും പറഞ്ഞുവല്ലോ. അത് വിശദീകരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട പ്രവാചകന്മാരെ പറ്റി അള്ളാഹു തആല ഇവിടെ അവർ എല്ലാം ശത്രുക്കളുടെ ശല്യവും അതേപോലെ തന്നെ അവരുടെ പ്രതിരോധങ്ങളും അവരുടെ പ്രകോപനങ്ങളും അവരിൽ നിന്നുണ്ടാകുന്ന ആക്രമണോത്സുകമായിട്ടുള്ള മുന്നേറ്റങ്ങളും അതിനെല്ലാം പ്രതിരോധിക്കാൻ ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അവന്റെ കാവലുണ്ടാകും, അവന്റെ രക്ഷയുണ്ടാകും, അവൻ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും എന്നുറച്ച് വിശ്വസിച്ചു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ സൂക്തങ്ങളിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഹക്ക അനിൽ കുഫാരി ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താണ്, സത്യനിഷേധികളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുകയാണ്, അന്നഹും ബാലഗൂ ഫി സഫഹ, അവർ വിവരക്കേടിന്റെ അങ്ങേ തലയിലെത്തി. വഖാലു, ആ വിവരക്കേട് കൊണ്ട് തന്നെ അവർ പറയുകയും ചെയ്തു, ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, വൽ മാന ലയകൂനന്ന അഹദുൽ അംറൈൻ, രണ്ടാലൊരു കാര്യം ഉണ്ടായേ പറ്റൂല, മഹാല, സംശയമില്ല. ഒന്നുകിൽ ഇമ്മാ ഇഖ്റാജുക്കും, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുക, വ ഇമ്മാ അഊദുക്കും ഇലാ മില്ലത്തിന, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ വരിക. ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണം, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കും എന്ന അഹങ്കാരത്തിന്റെയും ഭീഷണിയുടെയും സ്വരം അവർ നടത്തി. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ മാത്രമുള്ള കാരണം എന്താ? വസബബു ഫീഹി, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഭീഷണിപ്പെടുത്തിയതിന്റെ കാരണം അന്ന അഹ്ലൽ ഹഖ് ഫീ കുല്ലി സമാനിൻ യകൂനൂന ഖലീലീൻ വ അഹ്ലൽ ബാത്തിൽ യകൂനൂന കസീരീൻ. സത്യത്തിന്റെ ആളുകൾ എല്ലാ കാലത്തും പൊതുവിൽ എല്ലാ സ്ഥലങ്ങളിലും ന്യൂനപക്ഷമായിരിക്കും, കുറഞ്ഞ ആളുകളായിരിക്കും. അതേസമയത്ത് സത്യനിഷേധികൾ ധാരാളം ഉണ്ടാകും, മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മൃഗീയ ഭൂരിപക്ഷം വല്ലമത്തു വൽ ഫസഖത്തു യകൂനുന മുതആവിനീന മുതആലിദീൻ, അക്രമികളും അതേപോലെ തന്നെ തമ്മാടികളൊക്കെ ആ തമ്മാടിത്തരത്തിനും അതേപോലെ അക്രമത്തിനുമൊക്കെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും നിലകൊള്ളുന്ന സ്വഭാവവും ഉണ്ടാകും. ഫലിഹാദിഹിൽ അസ്ബാബി ഖദറു അലാ ഹാദിഹി സഫഹ, ഇങ്ങനെയുള്ള ഭൗതിക അനുകൂല ഘടകങ്ങൾ പലതും മുന്നിൽ കാണുമ്പോഴാണ് ഇത്തരമൊരു വിഡ്ഢിത്തത്തിന് ഇവർക്ക് കോപ്പ് കൂട്ടാനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നത് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ നബിമാർ ഓരോ കാലഘട്ടങ്ങളിലും പ്രബോധന ദൌത്യവുമായി രംഗത്ത് വന്നപ്പോൾ നാട്ടുകാരുടെ പ്രതിരോധത്തിന്റെ രീതി, നിങ്ങൾ ഇപ്പടി നിർത്തിവെച്ച് ഞങ്ങൾ പറയുന്ന മതത്തിന്റെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന ഭീഷണിയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഭീഷണി നടത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ലിറുസുലിഹിം, അവരുടെ ദൂതന്മാരോട്, ലനുഖ്രിജന്നകും മിൻ അർളിന, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന്. ബഹുമാനപ്പെട്ട ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടേതായിട്ടുള്ള ഇത്തരം പ്രസ്താവനകളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, വേറെയും ധാരാളം സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ശുഐബ് നബി അലൈഹി ഇസ്ലാമിനോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും മദിയൻകാർ പറഞ്ഞത്, ലനുഖ്രിജന്നക യാ ശുഐബു വല്ലദീന ആമനൂ മഅക മിൻ ഖറിയത്തിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. സൂറത്തുൽ അറാഫ് 7-ാം അധ്യായം 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, ശുഐബേ, നിങ്ങളെയും നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരെയും നാട്ടിൽ നിങ്ങൾ പുറത്താക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങളെ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് എന്താ? അഖ്രിജു ആല ലൂത്ത് മിൻ ഖറിയത്തിക്കും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. ലൂത്തിനെയും ആൾക്കാരെയും ഈ നാട്ടിൽ നിങ്ങൾ പുറത്താക്കിക്കോളൂ, കാരണം അവരൊരു ശുദ്ധന്മാരായിട്ടുള്ള ആൾക്കാരല്ലേ എന്ന് പരിഹാസപൂർവ്വം പറഞ്ഞു. സൂറത്തുൽ നംലിന്റെ 56-ാമത്തെ ആയത്തിൽ അത് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടെന്താ? സൂറത്തുൽ അംഫാലിന്റെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വൈദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. സൂറത്തുൽ അംഫാലിന്റെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിക്കാനും കുതന്ത്രത്തിൽപ്പെടുത്തി കൊലപ്പെടുത്താനും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു തങ്ങളെ നാടുകടത്താനും ഒക്കെ കുതന്ത്രങ്ങൾ മെനയുകയും അവർ ആലോചനകൾ നടത്തുകയും ചെയ്തു. അപ്പൊ ഈ പണി എല്ലാ കാലഘട്ടങ്ങളിലും ആര് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? സത്യനിഷേധികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ
അങ്ങനെ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്ന ആൾക്കാരോട് ആ ഭീഷണി കേൾക്കുമ്പോൾ വാലും ചുരുട്ടി അവരുടെ കൂടെ നിൽക്കുന്ന നിലപാട് സ്വീകരിക്കാനാണോ അല്ലാഹു തആല പറയുന്നത്? അല്ല. അല്ലാഹു തആല പറയാണ് ഫൗഹാ ഇലൈഹിം റബ്ബുഹും. കണ്ടോ? വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, നിഷേധികൾ അവരുടെ ദൂതന്മാരോട് പറഞ്ഞു ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും, ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ വരണം എന്ന്. എന്നാൽ ആ മതത്തിലേക്ക് വരണമെന്ന ഭീഷണി കേട്ടിട്ട് പ്രവാചകന്മാർ അവരുടെ പ്രബോധന ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല. എന്തുകൊണ്ട് പോയില്ല? ഫൗഹാ ഇലൈഹിം റബ്ബുഹും. അപ്പോൾ അവരിലേക്ക് അവരുടെ നാഥനായ അല്ലാഹു തആല പ്രവാചകന്മാരിലേക്ക് വഹയ അറിയിച്ചു, ലനുഹ്ലിക്കന്ന അസ്സാലിമീൻ, നിശ്ചയം അക്രമികളായ ആളുകളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. അതായത് ഇവരുടെ ഈ ഭീഷണി എന്ന ഓലപ്പാമ്പ് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഇവരുടെ ഈ ഭീഷണിക്ക് ഉള്ള അവരുടെ ഇപ്പോഴത്തെ ഈ സ്വാധീനമുണ്ടല്ലോ, അവരുടെ ശക്തിയുണ്ടല്ലോ, ആ ശക്തിയെല്ലാം തകർത്തു കളഞ്ഞ് അതിനു പകരം ശക്തന്മാരായുള്ള ഉയർത്തെഴുന്നേൽപ്പിന് നിങ്ങൾക്ക് ഞാൻ അവസരമുണ്ടാക്കും എന്ന് അല്ലാഹു തആല നബിമാർക്ക് പ്രോമിസ് കൊടുത്തു. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിച്ചു ഈ ആയത്ത് പറഞ്ഞപ്പോൾ, വകാന മിൻ സുൻഇഹി തആല അന്നഹു അൽഹറ റസൂലഹു വനസറഹു, നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുകയും അതേപോലെ തന്നെ നബി തങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്തു. വജഅലഹു ബിസബബി ഖുറൂജിഹി മിൻ മക്കത്ത അൻസാറൻ വഅവാനം വജുൻദ, മക്കയിൽ നിന്ന് മുത്തനബി ഹിജറ പോവുക എന്ന ഒരു പ്രവർത്തനം, ഒരു ത്യാഗം ചെയ്തുവെങ്കിലും ആ ത്യാഗത്തിലൂടെ അതിന്റെ ക്ലൈമാക്സായി ഒരുപാട് സഹായികളെ, ഒരുപാട് സൈന്യത്തെ, ഒരുപാട് സഹകാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു. യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ മുത്തുനബിയോടൊപ്പം പൊരുതാൻ തയ്യാറുള്ള ഒരു വിഭാഗത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തു. വലം യസൽ യർഖീഹില്ലാഹു തആല മിൻ ഷൈഇൻ ഇലാ ഷൈഇൻ, അങ്ങനെ അല്ലാഹു തആല നബി തങ്ങൾക്ക് ഉയർച്ച, ഉന്നതി ഇങ്ങനെ നൽകിക്കൊണ്ടേയിരുന്നു. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക്, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പുരോഗതിയും പ്രോഗ്രസും നൽകിക്കൊണ്ടിരുന്നു. ഹത്താ ഫതഹ ലഹു മക്കത്ത അല്ലത്തി അഖ്റജത്ഹു, നാട്ടുകാർ പുറത്താക്കിയ ആ മക്കയിൽ നിന്ന് ആ മക്കയിലേക്ക് തന്നെ നബി തങ്ങൾ തിരിച്ചെത്തി ആ മക്കം വിജയിപ്പിച്ചെടുക്കാനുള്ള അവസരം വരെ അല്ലാഹു തആല നബി തങ്ങൾക്ക് നൽകിയോ. മക്കന ലഹു ഫീഹാ, ആ മക്കയിൽ താമസിക്കാനും സുരക്ഷിതമായി പ്രബോധനം നടത്താനുമുള്ള സൗകര്യം അല്ലാഹു തആല ഒരുക്കി കൊടുത്തു. നബി തങ്ങൾ അർഗമ അനാഫ അഅദാഇഹി മിൻഹും, അവരുടെ ശത്രുക്കളുടെ മുനയൊടിച്ചുകൊണ്ട് അവരുടെ എല്ലാവിധത്തിലുള്ള തകർച്ചയും അല്ലാഹു തആല ഉറപ്പാക്കി കൊടുത്തു. മക്ക മാത്രമല്ല, മിൻ സായിരി അഹ്ലിൽ അർളി, മറ്റ് നാടുകളിലും ഈ വിധത്തിലുള്ള മുന്നേറ്റത്തിന്റെ ചരിത്രം രചിക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചു. ഹത്താ ദഖലന്നാസു ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ പ്രവേശിക്കുന്ന സന്തോഷകരമായ കാഴ്ച കാണാൻ സാധിച്ചു. വലഹറത്ത് കലിമത്തുല്ലാഹി വദീനുഹു അലാ സായിരിൽ അദിയാൻ, അല്ലാഹുവിന്റെ ദീൻ എന്ന ആ മഹത്തായ ആശയം അത് ഉയർന്നു നിൽക്കുകയും വിജയിച്ചു നിൽക്കുകയും മറ്റു മതങ്ങൾ താഴോട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഫി മശാരിഖൽ അർളി വമഗാരിബിഹാ ഫി ഐസരി സമാനിൻ, കിഴക്കും പടിഞ്ഞാറും എന്ന വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിന്റെ അതിശീഘ്രമുള്ള വളർച്ച കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധ്യമാക്കി കൊടുത്തു. അതാണ് ഇവിടെ അല്ലാഹു പറയുന്നത് ഫൗഹാ ഇലൈഹിം റബ്ബുഹും, അവരുടെ ആ പ്രവാചകന്മാരിലേക്ക് അവരുടെ നാഥനായ അല്ലാഹു വഹയറിയിച്ചു ലനുഹ്ലിക്കന്ന അസ്സാലിമീൻ, നിശ്ചയം അക്രമികളായ ആളുകളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് വഹയറിയിച്ചു. എന്നിട്ടോ അക്രമികളെ നശിപ്പിച്ചിട്ടോ വലനുസ്കിരന്നകുമുൽ അർള മിൻ ബഅദിഹിം, അവർക്ക് ശേഷം, ആ അക്രമികൾക്ക് ശേഷം അവർ വാണിരുന്ന നാട്ടിൽ അല്ലാഹു തആല നിങ്ങളെ താമസിപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു തആല വാക്കുകൊടുത്തു. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, എന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും എന്റെ താക്കീദിനെ പേടിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യം ഞാൻ നൽകുക എന്നും അല്ലാഹു തആല പറഞ്ഞു. അതായത് പടച്ച റബ്ബിന്റെ മഹത്വവും അവന്റെ ശക്തിയും അവന്റെ കഴിവും അവനും നമ്മളും തമ്മിലുള്ള ബന്ധവും അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ നിരീക്ഷിക്കുന്നുണ്ട്. അവന്റെ സന്നിധിയിൽ വിചാരണയ്ക്ക് വേണ്ടി നമ്മൾ ഹാജരാക്കപ്പെടും. ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ മഖാമിനെ പേടിക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും, എന്റെ ഓരോ ചലന നിശ്ചലനങ്ങളും അത് തികച്ചും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടെ പരസ്യ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഉത്തരവാദിത്ത ബോധം കൈമുതലാക്കി ജീവിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കുന്നവൻ എന്നാണ് ദാലിക ലിമൻ ഖാഫ മഖാമി,
എന്റെ സ്ഥാനത്തെ പേടിക്കുന്നവൻ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം വഖാഫ വഈദ്, എന്റെ താക്കീതുകളെ അവൻ പേടിക്കുകയും ചെയ്തു, ഭയപ്പെടുകയും ചെയ്തു. അതായത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ അള്ളാഹു തആല നൽകുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പുലർത്തുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇവിടെ അള്ളാഹു വിജയം നൽകുമെന്നാണ് അള്ളാഹു പറയുന്നത്. വസ്തഫ്തഹു, പ്രവാചകന്മാർ അവർ വിജയത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവെ, ശത്രുക്കൾക്കെതിരെ ഞങ്ങൾക്ക് നീ വിജയം തരണമെന്ന് അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കുകയും ആ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുകയും ചെയ്തു എന്നതാണ് ഇവിടുത്തെ വിഷയം. വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, എല്ലാ അഹങ്കാരികളും സത്യത്തോട് മത്സരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അവർ പരാജയപ്പെടുകയും ചെയ്തു. എല്ലാ സംവിധാനങ്ങളും അവർക്ക് അനുകൂലമാണെങ്കിലും ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളും ആൾബലവും ആയുധബലവും എല്ലാം ഉണ്ടായിട്ടും ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർക്കെതിരിൽ അതൊക്കെ എടുത്ത് പ്രയോഗിക്കുകയും തരാതരം പോലെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് കുറച്ചു കാലത്തേക്ക് വിശ്വാസികളെയും പ്രവാചകന്മാരെയും മുൾമുനയിൽ നിർത്താനും അവരുടെ മനസ്സിലേക്ക് ചില വിഷമങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശത്രുക്കൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ആത്യന്തികമായി സത്യത്തോടും അതേപോലെ തന്നെ ശരിയോടുമുള്ള അവരുടെ നിലപാട് പോരാട്ടം അത് തുടരാനോ അത് വിജയിപ്പിച്ചെടുക്കാനോ ഇസ്ലാമിനെയും അതേപോലെ സത്യത്തെയും കുഴിച്ചുമൂടാനോ ശത്രുക്കൾക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ആത്യന്തികമായ വിജയവും സന്തോഷവും അത് വിശ്വാസികൾക്ക് തന്നെ ലഭിക്കാൻ ആവശ്യമായ സംവിധാനം അല്ലാഹു തആല ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഭൂമിയിൽ നിന്ന് അഥവാ അവർക്ക് വിജയത്തോടുകൂടെ തന്നെ കണ്ണടക്കാൻ സാധിച്ചാൽ പോലും അവരെ കാത്തിരിക്കുന്നത് പരലോകത്ത് കടുത്ത പരാജയവും അങ്ങേയറ്റത്തെ വിഷമവും തന്നെയാണ്. അതാണ് വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, എല്ലാ അഹങ്കാരികളും സത്യത്തോട് മത്സരിക്കുന്ന ധിക്കാരികളും ഒരു പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞത്. കാരണം എന്താ? ആ പരാജയത്തിന്റെ സമ്പൂർത്തീകരണമാണ് മിൻ വറാഇഹി ജഹന്നം, അവന്റെ പുറകിൽ ജഹന്നമുണ്ട്. അഥവാ അവനെ കാത്തിരിക്കുന്നത് ജഹന്നം എന്ന നരകമാണ്. മരിച്ചാൽ നേരെ അവൻ എങ്ങോട്ട് പോകാനുള്ള ആളാണ്? നരകത്തിലേക്ക് പോകാനുള്ള ആളാണ്. ആ നരകത്തിലെത്തിപ്പെട്ടാലോ പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിശക്തമായ പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞ സന്ദർഭമാണ്. അതാ വയുസ്ഖാ മിൻ മാഇൻ സദീദ്, ചോരയും ചലവും രക്തവും ചലവും കലർന്ന മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന നീര്, വെള്ളം, അതിൽ നിന്ന് അവന് കുടിപ്പിക്കപ്പെടും. നരകത്തിലെത്തിയ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിക്കാൻ കൊടുക്കുന്ന പാനീയം അവരെ തന്നെ കത്തിച്ചിട്ട് ആ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചോരയും ചലവുമൊക്കെയാണ്. അപ്പൊ എന്തൊരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് എന്നർത്ഥം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവനെന്ത് ചെയ്യുന്നു എന്ന്, അവർ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞത്. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ആ ഒരു കുഴപ്പത്തിൽ നിന്ന് കരകയറാനോ ഉള്ള ഒരു സംവിധാനം അവർക്ക് ഒരുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു യതജറഉഹു, നിവൃത്തികേടുകൊണ്ട്, അതായത് എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കാനുള്ള അതിശക്തമായിട്ടുള്ള ദാഹം കൊണ്ട് യതജറഉഹു, ആ പാനീയം അവൻ കീഴ്പോട്ടിറക്കാൻ ശ്രമിക്കും. എന്തെങ്കിലും അകത്തേക്ക് ചെറിയൊരു ആശ്വാസത്തിന് എന്തു വെള്ളമായാലും കുടിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ദാഹത്തിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന മനുഷ്യൻ ആ വെള്ളം കീഴ്പോട്ടിറക്കാൻ ശ്രമിക്കും. പക്ഷേ വലായക്കാതു യുസീഉഹു, ആ വെള്ളം കീഴ്പോട്ടിറക്കാൻ അവന് സാധിക്കാത്ത അവസ്ഥ വരും. എന്ന് പറഞ്ഞാൽ അതിനു മാത്രം ദുർഗന്ധവും അതിലേറെ കടുത്ത ചൂടും എല്ലാം അടങ്ങിയിട്ടുള്ള വെള്ളമായിരിക്കും അത്. അതുകൊണ്ട് വലായക്കാതു യുസീഉഹു, ആ വെള്ളം ഇറക്കാൻ അവന് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും. വയഅ്തീഹിൽ മൗതു, മരണം അവന് വരും. മരണം അവന് വരിച്ചാൽ മരണത്തിലേക്ക്, ഭൂമിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഒരാൾ മരിക്കാൻ അത്തരത്തിലുള്ള വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ മതിയാവും. ആ രൂപത്തിലുള്ള മരണത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ അഥവാ വേദനകൾ അവന് വരും. മിൻ കുല്ലി മക്കാനിൻ, എല്ലാ ഭാഗത്തുനിന്നും. അതായത് അവന്റെ ശരീരത്തിന്റെ ഓരോ ഏരിയയിൽ നിന്നും അവനിലേക്ക് ഇങ്ങനെ ഇരച്ചു വരുന്ന വേദനകളും കഷ്ടപ്പാടുകളും ശിക്ഷകളും ഓരോന്ന് കാരണത്താലും അവൻ മരിച്ചു പോകുമെന്ന ഭയം ഉണ്ടാകാവുന്ന വിധത്തിലുള്ള സംഗതികൾ വരും. പക്ഷെ ഒമാഹുവി മയ്യിത്ത്, അവൻ മരിക്കുന്നവനല്ല. അവനങ്ങ് മരിച്ചാൽ എന്തായി? അവന്റെ കഷ്ടപ്പാടൊക്കെ തീർന്നില്ലേ? പക്ഷെ അവൻ അങ്ങനെ മരിക്കുന്നവനല്ല. മറിച്ച് മരണവേദന നിരന്തരം അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പാടുകളും അതേപോലെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. വമിൻ വറാഇഹി അദാബുൻ ഗലീദ്,
ആ മരണവേദനയോടൊപ്പം തന്നെ അവന്റെ പുറകിൽ വേറെയും കഠിനമായിട്ടുള്ള വേറെയും ശിക്ഷകൾ അവനെ കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് നരകത്തിൽ എത്തിപ്പെട്ട ആളുടെ അവസ്ഥ. എങ്കിൽ പിന്നെ അവൻ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടതില്ലല്ലോ. ഇതിനൊരു അറുതിയില്ല, ഇതിനൊരു അവസാനമില്ല, അതിന്റെ കണ്ടിന്യൂഷനാണ് പിന്നീട് നടക്കുക എന്ന് പറയുമ്പോൾ അഹങ്കാരവും ധിക്കാരവും സത്യത്തോടുള്ള മാത്സര്യവും പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്ന ആ ശൈലിയുമൊക്കെ അവനെ കൊണ്ടെത്തിച്ചത് കടുത്ത പരാജയത്തിലേക്കാണ് എന്ന കാര്യം ഉറപ്പാകും. അതുകൊണ്ട് സത്യത്തിനു വേണ്ടി സംസാരിക്കുന്ന നല്ലവരായ ആളുകളെ വെല്ലുവിളിക്കാനും അവർക്ക് തൽക്കാലം പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് കണ്ട് അവരെ കണ്ണീര് കുടിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന എല്ലാ അക്രമികളും ഇനി ഭൗതിക ലോകത്തുനിന്ന് രക്ഷപ്പെട്ടു പോയാൽ പോലും അവരെ കാത്തിരിക്കുന്നത് പരലോകത്ത് കഠോരമായിട്ടുള്ള ശിക്ഷകൾ കൊണ്ട് സമ്പന്നമായ നരകമാണ് എന്ന വസ്തുത അവർ തിരിച്ചറിയണം. എന്നിട്ട് ആ ശിക്ഷകൾ അനുഭവിക്കുന്ന സമയത്ത് അതൊന്ന് ഷെയർ ചെയ്യാനോ വിഷമം പറയാനോ പോലും ഒരാളും കൂട്ടിനുണ്ടാവില്ല. അവനവൻ ഒറ്റക്കായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.